ഇന്നത്തെ ഐറ്റം എന്തെന്നറിയോ, അടിപൊളി ഒരു പാകിസ്ഥാനി റെസിപ്പിയാണ് കേട്ടോ. ദാൽ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഇത് നമ്മളെ നെയ്ച്ചോറിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ അടിപൊളിയാണ്. അപ്പോൾ അത് ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ദാല് വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ദാല് എന്ത് ചെയ്യണം, നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം കേട്ടോ. പിന്നെ ഒരു പ്രഷർ കുക്കറിലേക്ക് ഒരു 8-9 സ്പൂണോളം ഞാൻ എണ്ണ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഓരോ റെസിപ്പിയും ഓരോ രീതിക്കാണ് ഉണ്ടാക്കുന്നത്. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ജീരകം, ഇതും എല്ലാം പാടൊന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എണ്ണ ഇതുപോലെ ഒഴിക്കണം കേട്ടോ. ഇവളെന്താ ഇങ്ങനെ എണ്ണ ഒഴിച്ചിക്കണമെന്നൊന്നും വിചാരിക്കരുത്, ഇതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കണം. പിന്നെ അത് ആവശ്യത്തിനുള്ള സവാള ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും ചേർത്ത് നല്ല ഗോൾഡൻ കളറാവുന്നവരെ വഴറ്റിയെടുക്കുക കേട്ടോ. അതുവരെ വഴറ്റി തന്നെ വേണം. ഓരോ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഓരോ രീതിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യണം, ഉള്ളി നല്ലതായിട്ട് സോഫ്റ്റ് ആയതിനു ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളിയും ചേർത്ത് നന്നായിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് പൊടികളായിട്ട് എടുത്തിട്ടുള്ളത് മല്ലിയും മുളകും മഞ്ഞളും കുരുമുളകുമാണ് കേട്ടോ. ഇത് നമുക്ക് എന്ത് ചെയ്യുക, ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് തൈരാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ വലിയൊരു സ്പൂണ് തൈര് തന്നെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരണം കേട്ടോ. ആ സമയത്ത് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. പിന്നെ കറിവേപ്പിലക്ക് പകരം നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ട ഒറിഗാനോ ആണ് കേട്ടോ. അപ്പോൾ ഒരു ഒറിഗാനോൻ്റെ ഒരു 1.5 സ്പൂണോളം ഒറിഗാനോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം ദാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മളെ പരിപ്പ് അത് ചേർത്ത് നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ച ചിക്കനും ചേർത്ത് കുറച്ച് മല്ലിയിലയും ചേർത്തുങ്ങാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3-4 വിസിലുണ്ട് അടുപ്പിച്ചെടുക്കുക കേട്ടോ. ചിക്കൻ എല്ലോടുള്ള പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതും ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇത് ടേസ്റ്റ് പറയാനെന്ന് വെച്ചാൽ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കേട്ടോ രസം. അപ്പോൾ അത് ഒരു 1/2 സ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും ചേർത്ത് അല്പം വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് മിക്സ് ആക്കിങ്ങാണ്ട് ഒരു 3-4 വിസിൽ നമുക്ക് എന്ത് ചെയ്യാം, അടിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് പരിപ്പ് കുതിർന്ന് വരണം, അല്ലെങ്കിൽ പരിപ്പ് വേവൂല കേട്ടോ. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇനി അത് അവിടെ കടന്നിട്ടൊന്ന് വെന്ത് വരട്ടെ. നമുക്ക് അതുവരെ നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് വെയിറ്റ് ആക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു അടിപൊളി റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത്. നന്നായി പ്രഷർ പോയതിന് ശേഷം നമുക്കിത് എന്ത് ചെയ്യുക, ഒന്ന് തുറന്ന് നോക്കാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ അവസ്ഥ. കണ്ടോളി, നല്ല ടേസ്റ്റ് ഉണ്ട്. പരിപ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ വെള്ളം ഒന്നുകൂടെ വേണമെന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കുക, അല്ല വെള്ളത്തോടുക്കനെ വേണ്ട വെച്ചാൽ നമുക്കിതുപോലെ ഉപയോഗിച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിലൊരു അടിപൊളി റെസിപ്പിയാണ്. എന്താണെന്ന് പരീക്ഷ നോക്കണേ.